സതീശൻ വാക്കുപാലിക്കുന്ന നേതാവെങ്കിൽ വനവാസത്തിന് പോകേണ്ടി വരും. കെ സുധാകരൻ. യു.ഡി.എഫിന് അധികാരം കിട്ടിയാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന തൻ്റെ അഭിപ്രായത്തിൽ മാറ്റമില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. യു.ഡി.എഫിന് 130 സീറ്റുകൾ വരെ ലഭിക്കും. യു.ഡി.എഫിന് അധികാരം കിട്ടിയാൽ ആരാണ് മുഖ്യമന്ത്രിയെന്ന് ചോദിച്ചപ്പോൾ താൻ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്നത് രാഹുലിൻ്റെ അഭിപ്രായമാണെന്നും സുധാകരൻ പറഞ്ഞു. അധികാരം കിട്ടിയില്ലെങ്കിൽ സതീശൻ വനവാസത്തിന് പോകണമോ എന്ന ചോദ്യത്തിന് സുധാകരൻ്റെ മറുപടി ഇങ്ങനെ: അദ്ദേഹം അങ്ങനെ പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യു.ഡി.എഫിന് അധികാരം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം പോകണം. വാക്കുപാലിക്കുന്ന നേതാക്കന്മാരാണെങ്കിൽ പോകണം. അങ്ങനെ പോകുന്നെങ്കിൽ വലിയ പ്രയാസവും സങ്കടവുമുണ്ട്. ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് സുധാകരൻ പറഞ്ഞു. ഇടതുമുന്നണിക്ക് മാനിഫെസ്റ്റോ തിരുത്തേണ്ടി വന്നത് അവരുടെ ഗതികേടാണെന്നും സുധാകരൻ വ്യക്തമാക്കി. അങ്ങനെ ഒന്ന് ഇറക്കരുതെന്ന സാമാന്യ ബുദ്ധിയെങ്കിലും അവർക്ക് വേണ്ടിയിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് 100 സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുമ്പോഴാണ് സുധാകരൻ തൻ്റെ നിലപാട് അറിയിച്ചത്. ഇതേ വിഷയത്തിൽ മുൻ കെ.പി.സി.സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് തികച്ചും വ്യത്യസ്തമായിരുന്നു. വളരെ പക്വതയോടെയാണ് അദ്ദേഹം ഈ ചോദ്യത്തെ സമീപിച്ചത്. രാഷ്ട്രീയ വനവാസം എന്നതുകൊണ്ട് വി.ഡി. സതീശൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്നും അധികാരം നേടുക എന്ന ലക്ഷ്യമാണ് മുന്നിലുള്ളത് എന്നുമാണ് ചെന്നിത്തല പറഞ്ഞത്.